പറഞ്ഞോളൂ മോളെ, പേടിക്കണ്ട, പറഞ്ഞോളൂ. നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഡോക്ടറെ, ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നുണ്ട്. ഞാൻ +2-നാണ് പഠിക്കണത്. +2 സയൻസ് ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമുണ്ട്. എനിക്ക് 95% മാർക്കാണ് ഉണ്ടായിരുന്നത് SSLC. വീട്ടിൽ അച്ഛൻ ഭാസ്കരൻ എല്ലാ ദിവസവും വെള്ളമടിച്ച് വരുന്ന ഒരാളാണ്. അച്ഛന് നല്ല വർക്കൊക്കെ ഉണ്ട്. ഈ വാർപ്പിൻ്റെയൊക്കെ വർക്കാണ്. എല്ലാ ദിവസവും പണിയുണ്ടാവും. പക്ഷേ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരില്ല. വീട്ടിലേക്ക് ചിലപ്പോൾ മാത്രം എന്തെങ്കിലും സാധനം കൊണ്ടുവരും. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ വളർത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒന്നും എക്സാമൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര അച്ഛൻ വഴക്ക് കൂടിയിട്ട് ഭയങ്കര സീനായിരിക്കും. അപ്പോൾ പഠിക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിഖിൽ. അവനാണെങ്കിൽ എന്നെ എപ്പോഴും ഈ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന പയ്യനാണ്. അപ്പം ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ അവനോട് പറയാറുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ അവിടുന്ന് ബഹളമൊക്കെ കേൾക്കാറുണ്ട് അവൻ. അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ സീനാടാ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഇഷ്ടമാണ് എന്ന് പറയുക. അപ്പം എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. അവൻ നല്ല പയ്യനാണ്. ഇപ്പോൾ നല്ല പയ്യനാണ് അവൻ. എനിക്ക് ഇഷ്ടമാണ് അവനെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്ക് എന്ത് പറയണം. അപ്പം ഞാൻ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയാണെങ്കിൽ എപ്പോഴും കരച്ചില്ല. അച്ഛൻ എപ്പോഴും വഴക്ക് കൂടും, അടിക്കും, എല്ലാം ചെയ്യും. ഭയങ്കര മർദ്ദനമൊക്കെയാണ് അമ്മേനെ. ഞങ്ങളെയൊക്കെ എടുത്തിട്ട് അടിക്കും ഇപ്പോൾ ചില സമയത്തൊക്കെ. ഹയർ സ്റ്റഡീസിനൊന്നും ചിലപ്പോൾ അമ്മയുടെ അടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അച്ഛൻ്റെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് മാഡം. ഞാൻ മാഡത്തെ പോലെ ഒരാളാണെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുമല്ലോ എന്ന്, എൻ്റെ മാനസികാവസ്ഥ മാഡത്തിന് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ഉപദേശം തരണം. എനിക്ക് മാനസിക രോഗമാണെന്ന് പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. നോക്കൂ മോളെ, പ്രണയം ഒരിക്കലും തെറ്റല്ല. ആര് പറഞ്ഞു തെറ്റാണെന്ന്? പ്രണയം തെറ്റല്ല. പക്ഷെ അത് ഏത് പ്രായത്തിൽ വരുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ തന്നെ ആ പ്രായത്തിനൊത്ത ബുദ്ധി നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ ശരീര വളർച്ച പെട്ടെന്നുണ്ടാവും, അട്രാക്ഷൻ എല്ലാം തോന്നാം. പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മുടെ മാനസിക വളർച്ച ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും, മിക്ക വീടുകളിലും പെൺകുട്ടികളും ആൺകുട്ടികളും അതെ, അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പെൺകുട്ടികളെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആൺകുട്ടികളെ അങ്ങനെ തന്നെയാണ്. അവരും നമ്മൾ ഈ ഹോർമോൺ വ്യത്യാസം വരുന്ന സമയത്ത്, ഇപ്പോൾ നേരത്തെയാണ്, ആദ്യമൊക്കെ ഒരു 12, 13, ഇപ്പോൾ 9 വയസ്സായ കുട്ടി മുതൽ പ്രണയത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് പ്രായത്തിൽ വരണോ ആ പ്രായത്തിൽ നമുക്ക് മാനസിക വളർച്ച ഉണ്ടോ എന്ന്. അത് പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ മോൾ പറഞ്ഞ പ്രകാരം ഞാൻ എന്ത് പറയണം, അതല്ലേ? അതാണ് ഒരാൾ ലവ് പറയണ സമയത്ത് നമുക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ല. അതപ്പം മോളെ പോലെ ആകെ കൺഫ്യൂഷൻ ഉണ്ട്. മോൾ ഇവിടെ വരാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. മിക്കവാറും ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും, കുറച്ച് മുതിർന്ന ആരോടെങ്കിലും ചോദിക്കും. അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് പറയേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ ഒന്നും ആരോടും ചോദിക്കാതെ തന്നെ പറയുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഒരു ആൺകുട്ടി നമ്മളോട് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് എന്നാണ് മോളുടെ ചോദ്യം.
അപ്പോൾ ആ കുട്ടി എങ്ങനെയുള്ള ആളാണ്, എങ്ങനെ, അതൊക്കെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാലോ അല്ലേ? അവരും ഒരു വീട്ടിൽ പൊന്നോമനായിട്ട് വളർന്നു വരുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അച്ഛനും അമ്മയും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകളുടെ വില അറിയാതെ അവരെ പഠിപ്പിക്കുന്ന വില അറിയാതെ വളർന്നു വരുന്നവരായിരിക്കാം. മോള് പറഞ്ഞ പോലെ മോളുടെ അച്ഛൻ ഭാസ്കരൻ ഒരു കള്ള് കുടിക്കുന്ന ശീലം ഉള്ളവളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവരോടുള്ള ഒരു അവജ്ഞ മോളുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് അച്ഛനോടുള്ള അവജ്ഞയല്ല എന്ന് എനിക്കറിയാം, അത് ആ കള്ള് കുടിക്കുന്ന അച്ഛനോടുള്ള അവജ്ഞയാണ്. പക്ഷേ മോളൊന്ന് മനസ്സിലാക്കിക്കോ, നമ്മുടെ ശ്രദ്ധകൾ മുഴുവൻ എത്തിച്ചേരേണ്ടത്, നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊടുക്കേണ്ടത് പഠനത്തിലേക്കാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതൊരു പ്രണയമാക്കി തീർക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എല്ലാവും പഠനത്തോടായിരിക്കട്ടെ. പഠിച്ചിട്ട് നമ്മൾ അതുപോലെ പഠിച്ചിട്ട് അങ്ങനെയല്ല, നമ്മുടെ ബുക്ക് ഒരു 6 മണിക്കൂറെങ്കിലും, നമ്മുടെ 6 മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടി ചിലവഴിക്കണം. നമ്മൾ +2 എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആ പ്രപ്പോസ് ചെയ്ത പയ്യൻ നല്ല പയ്യനാണ്, അവനോട് നമുക്ക് മറുത്തൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ ആണെങ്കിൽ മറുത്തൊന്നും പറഞ്ഞിരിക്കണം. ചീത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചീത്ത സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ നല്ല ഫ്രണ്ടായിട്ടിരിക്കാം, ആ പയ്യൻ നമ്മുടെ നല്ല ഫ്രണ്ടായിട്ടിരിക്കാം എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയണം, നമുക്ക് നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കും. ഇനി ഒരു കാലത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, ആ സമയത്ത് നമുക്ക് 2 പേർക്കും ഇതേ ഇഷ്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പയ്യനോട് പറയാം ഇതേ ഇഷ്ടം അന്ന് എന്നോട് ഉണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. അങ്ങനെ പറയാൻ കഴിയണം ഏതൊരു പെൺകുട്ടിക്കും. മനസ്സിലായോ? നമുക്ക് അവരുടെ കൂടെ, ഒരു പയ്യൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും തനിയെ ഒരാളുടെ കൂടെ പോവാൻ പാടില്ല. ഒരാളുടെ കൂടെ ടീ കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഇരിക്കണം. അവരുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവണം, അവൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവണം, നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടാവണം. ഒരു ബാഡ് ടച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ പ്രതികരിച്ചിരിക്കണം. നമുക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം അവൻ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എതിർക്കണം. ഒരു തവണ നമ്മൾ എതിർക്കുമ്പോൾ അവൻ തെറ്റും, ഓക്കെ, അത് സർവ്വസാധാരണമാണ്. പക്ഷെ തെറ്റിക്കോട്ടെ, അങ്ങനത്തെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷനാണ് പ്രധാനം. അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു ജോലി നമുക്ക് പ്രാപ്തമാകണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. നമ്മൾ തന്നെ നമ്മളെ കൺട്രോളിന് ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാവണം. മനസ്സിലായോ? നമ്മുടെ അച്ഛൻ അമ്മ അവരൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യും, അവർക്ക് ശരിയാണ്. പക്ഷേ നീ അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് പോകണ്ട, നീ ഇവിടെ ഇരിക്കുക. അതുപോലെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ഞാൻ പഠിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, പാടില്ല. മനസ്സിലായോ? നമ്മുടെ സ്വപ്നം, നമ്മുടെ ഡ്രീം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. നമ്മുടെ തിക്ക് ഫ്രണ്ടാണെങ്കിലും ആരാണെങ്കിലും ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്, അതായിരിക്കണം നമ്മുടെ ചിന്ത. അതിന് തടസ്സം നിൽക്കുന്ന ഒരാളെയും നമ്മൾ വകവയ്ക്കരുത്. അവരോട് നമുക്ക് സ്നേഹം വേണ്ട, തൊട്ടുകളി വേണ്ട എന്ന് നമുക്ക് ചിരിച്ചുകൊണ്ടായാലും നല്ല ഗാംഭീര്യ സ്വരത്തിൽ പറയാനുള്ള കഴിവുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ആ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ സ്വഭാവം, അതായത് ഈ കൗമാരഘട്ടങ്ങളിൽ നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരും. ആ സ്വഭാവങ്ങളിലേക്ക് പോകാതെ, മറ്റുള്ള ചീത്ത സ്വഭാവങ്ങളിലേക്കൊന്നും പോകാതെ നല്ല കുട്ടിയായിട്ടിരിക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടിയല്ല
25 26 വയസ്സായ ഒരു കുട്ടി ആവുക. ഇതേ സ്വഭാവമല്ല ആ കുട്ടിക്ക് അപ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാം. നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്ക് അറിയാൻ കഴിയും ഇവൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെ ആ അറിവിലൂടെ ആയിരിക്കണം നമ്മൾ ആ പയ്യനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ അർഹിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പയ്യൻ്റെ പോക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ, ആ ബന്ധങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയും. നേരെ മറിച്ച് നല്ലൊരു ലവ് അഫെയറിലേക്ക് പോയി കുറച്ച് ഇത് പിന്നാലെ നടന്നു, അങ്ങനെ ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതിന്ന് വേർപിരിഞ്ഞ് പോരാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഒന്നുകിൽ അയാൾക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ആത്മഹത്യകളും മറ്റുള്ള കാര്യങ്ങളും ഉപദ്രവിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ വാക്ക് കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ തിക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു, നമ്മൾ ഒരു കപ്പ് ചായയോ ഒക്കെ കുടിക്കുന്നു, എപ്പോഴും സംസാരിക്കുന്നു. അതിര് വിട്ട് സംസാരം വേണ്ട. നീ എന്താണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇട്ടിരിക്കുന്നത്, എന്ത് കളറാണ്, അങ്ങനെ ചോദിക്കുന്ന ഒരു ഫ്രണ്ട്സിന് അതൊരു ഫ്രണ്ടല്ല. അത് മുറിച്ചു മാറ്റാൻ നമുക്ക് കഴിയണം. അത് നല്ലൊരു ഫ്രണ്ടല്ല. അവരുടെ ഉദ്ദേശം വേറെയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണം, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കണം. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ഞാൻ കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്തെത്തിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സന്തോഷമായി, സമാധാനമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്.